കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഒരു ആവശ്യമുണ്ടായിരുന്നു. ആണവ ചർച്ചകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് അമേരിക്ക മുൻകൈ എടുക്കണമെന്ന്. അമേരിക്ക ഇനിയും ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ തങ്ങൾക്ക് തന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അമേരിക്ക കൃത്യമായി വ്യവസ്ഥകളോടുകൂടി വന്നാൽ മാത്രമേ ഇനി ചർച്ച നടത്തുകയുള്ളൂ എന്ന് ഇറാനിലെ ഒരു മന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയത്. അതിന് ചുട്ട മറുപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിവ് പോലെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ചോദ്യം സ്വാഭാവികമാണ്. ഇനി എന്ത് ആണവ ചർച്ച നടത്താനാണ് ഇവരുമായിട്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അവരുടെ ആണവ നിലയങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തീർത്തു കഴിഞ്ഞു. സ്വന്തമായ ആണവ നിലയങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുമായിട്ട് ഞങ്ങൾ ഇനി എന്തിനാണ് ആണവ ചർച്ച നടത്തുന്നത് എന്ന ട്രംപിന്റെ ചോദ്യം ഏറെ പ്രസക്തവുമാണ്. ട്രംപ് പറയുന്നത് ഞങ്ങൾ ഇവരുടെ ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർത്ത് കഴിഞ്ഞു. അത് ഫോർദോയിലാണെങ്കിലും ഇസ്ഫഹാൻ ആണെങ്കിലും അതുപോലെ നതാൻസിലാണെങ്കിലും ഒക്കെ തന്നെ ഈ 3 ആണവ നിലയങ്ങളും തീർത്ത് ഞങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു. ഫോർദോയിൽ അവിടെ ഒന്നും നശിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇറാൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഞങ്ങളുടെ ബോംബുകൾ പാഞ്ഞു എന്നത് വെണ്ണ ഉരുക്കുന്നത് പോലെയാണ് ഇവരുടെ ആണവ നിലയം തകർത്തത് എന്നാണ്. വെണ്ണയിലൂടെ ഒരു ആയുധം തുളഞ്ഞു കയറിയാൽ എത്ര എളുപ്പത്തിൽ അത് കടന്നു പോകുമോ അതുപോലെയാണ് ഞങ്ങളുടെ ബോംബുകൾ അങ്ങോട്ട് അയച്ചത് എന്നാണ്. ഇവരുടെ ആണവ നിലയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മേഖലയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും ഇവയെല്ലാം തന്നെ ഇപ്പോൾ മണ്ണിനടിയിൽ കിടക്കുകയാണ് എന്നുമൊക്കെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസവും കളിയാക്കി പറഞ്ഞത്. ഇന്നും അദ്ദേഹം ആ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അമേരിക്ക വർഷങ്ങളായി ഇറാനുമായി ചർച്ച നടത്തി വരികയായിരുന്നു. അവരുടെ ആണവ സമ്പുഷ്ടീകരണം, അത് യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ അവസാനിപ്പിക്കണമെന്ന് പലതവണ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ ആകട്ടെ ആ സമയത്തെല്ലാം തന്നെ തങ്ങളുടെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നുമൊക്കെയാണ് വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഇവരുടെ കൈവശം ആണവായുധം നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളുണ്ട് എന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അമേരിക്കയ്ക്ക് നന്നായി അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം ട്രംപ് വെളിപ്പെടുത്തിയത് ഏതാനും ആഴ്ചകൾ കൂടി ഇറാനെ ലഭിച്ചിരുന്നെങ്കിൽ അവർ ആണവായുധം ഉണ്ടാക്കി ഇസ്രായേലിന് നേർക്ക് പ്രയോഗിക്കുമായിരുന്നു എന്ന് തന്നെ. അങ്ങനെ ഇറാൻ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുന്നതിൽ ഈ ഒരു ആണവ കരാർ തന്നെയായിരുന്നു പ്രശ്നമായത്. ഇറാൻ അമേരിക്കയുമായി പലതവണ ചർച്ചയ്ക്ക് എത്തിയിരുന്നു. അമേരിക്ക പലതവണ ഇറാനുമായി ഈ ആണവ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ചർച്ചയ്ക്ക് എത്തുന്ന ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം അവർക്ക് അന്തിമമായ ഒരു തീരുമാനം ഈ യോഗത്തിൽ പറയാൻ കഴിയുകയില്ലായിരുന്നു എന്നാണ്. കാരണം തീരുമാനമെടുക്കേണ്ട ആൾ ആയത്തുള്ള അലി ഖമേനിയാണ്. ഖമേനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ഖമേനി എവിടെയോ നിലവറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലിനെയും മൊസാദിനെയൊക്കെ പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം. മാത്രമല്ല ഇവരുടെ ആണവ സംവിധാനം മുഴുവൻ തങ്ങൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. യുറേനിയം അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാൻ കടത്തിയിരുന്നു എന്നുള്ള ചില വ്യക്തികളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ തന്നെ അവകാശവാദവും അമേരിക്ക തള്ളിക്കളഞ്ഞു. അതങ്ങനെ എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയൊരു വസ്തുവല്ല യുറേനിയം എന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെ യുറേനിയം മാറ്റാൻ ശ്രമിച്ചാൽ കൃത്യമായി അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എല്ലാം ഉണ്ട്. അവർ അത് കണ്ടുപിടിക്കുമായിരുന്നു.